പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. കുട്ടിയുടെ വീടിനടുത്തുള്ള 2 ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഈ ദൃശ്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഇതിനിടെ കേസിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള യുവാവിന്റെ DNA പരിശോധനയ്ക്ക് അയച്ചു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, Kanjangad. 27 വയസ്സുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തുവെങ്കിലും കുറ്റം സമ്മതിക്കാൻ ഇയാൾ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് ശാസ്ത്രീയ മാർഗത്തിലൂടെ കേസ് തെളിയിക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം ലഭിച്ചത്. ഏതാനും ദിവസം മുൻപ് അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീടിന് സമീപത്തെ വീട്ടിലെത്തിയ പോലീസ് കസ്റ്റഡിയിലുള്ള യുവാവ് പടന്നക്കാട്ടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴി ചോദിച്ചിരുന്നുവത്രേ. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷമാണ് ഇക്കാര്യം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വീട്ടുകാർ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് പിടിയിലായത്. അതേസമയം കസ്റ്റഡിയിലെടുത്ത യുവാവ് പ്രതിയാണെന്ന് പറയാനാകില്ലെന്ന് പോലീസ് അറിയിച്ചു. പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. ഇത് അന്വേഷണത്തിന്റെ നേരം പോക്കിൽ പോലീസിനെ കുഴക്കുന്നുണ്ട്. പ്രദേശത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ പ്രകാരമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ കട്ടിലിൽ നിന്ന് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ വീടിന്റെ മുൻവാതിൽ തുറന്ന് തൊഴുത്തിൽ പോയ സമയത്താണ് അക്രമി വീടിനകത്ത് കയറിയത്. ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് അടുക്കള വശത്തുള്ള വാതിലിലൂടെ പുറത്തിറങ്ങിയ പ്രതി 500 മീറ്റർ അകലെയുള്ള സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കുകയും സ്വർണ്ണക്കമ്മലുകൾ കവർന്ന ശേഷം കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു. പുലർച്ചെ നടന്ന സംഭവം വീട്ടിലുണ്ടായിരുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ അറിഞ്ഞിരുന്നില്ല. തൊഴുത്തിൽ നിന്ന് മുറിയിൽ തിരിച്ചെത്തിയ മുത്തച്ഛനാണ് കുട്ടിയെ കാണാതായത് അറിയുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണം കവർന്നുവെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെയാണ് കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായത് മനസ്സിലായത്. കുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. DIG തോംസൺ ജോസ്, ജില്ലാ പോലീസ് മേധാവി P ബിജോയ് എന്നിവരുടെ മേൽനോട്ടത്തിൽ DYSPമാരായ ലതീഷ്, P ബാലകൃഷ്ണൻ നായർ, CK സുനിൽകുമാർ, ഇൻസ്പെക്ടർ MP ആസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.